ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി രാജഗിരി ഹോസ്പിറ്റലിനടുത്ത് 5 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുള്ള 7 ബെഡ്റൂം 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ 2 കോമൺ ബാത്റൂമോട് കൂടി വരുന്ന ഓണർ 90 ലക്ഷം രൂപ ചോദിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും റെൻ്റ് ഔട്ടിനും കൂടാതെ താമസയോഗ്യവുമായ ഏകദേശം നമുക്ക് 5 കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് റോഡിൻ്റെ വെടുത്തൊക്കെ നോക്കാം. പഞ്ചായത്തിൻ്റെ കട്ട പിടിച്ച റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. അത് ഏകദേശം നമുക്ക് 6-7 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് ഈ വീട് വരുന്നത്. വീടിൻ്റെ ഗേറ്റൊക്കെ വരുന്നത് നല്ല ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാം. SUV പോലുള്ള വലിയൊരു വാഹനം കവേഡ് ആയിട്ടുള്ള കാർപോർച്ചിൽ ഇവിടെയും കൂടാതെ അവിടെയും നമുക്കൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർപോറേഷനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ ഇനി സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ നല്ലൊരു ഇതൊക്കെ ഇടാവുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് നല്ല തേക്ക് മരത്താൽ നിർമ്മിച്ച ഓണർ താമസിക്കാൻ പണിത വീടായിരുന്നു തന്നെ നല്ല മരം ഒക്കെ ഉപയോഗിച്ച് തേക്ക് മരത്തിലാണ് ഇവിടെ ഫ്രണ്ട് ഡോറൊക്കെ നൽകിയിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസാണ് വരുന്നത്. ലിവിങ് സ്പേസ് കൂടാതെ ലിവിങ് സ്പേസിലും അത്യാവശ്യം ഫാൾസിലും വർക്കുകളൊക്കെ നമുക്ക് ലിവിങ് സ്പേസിലും നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന നല്ല വിശാലമായ ഹാളിലേക്കാണ്. ഹാളിലേക്ക് കിടക്കുന്ന എൻട്രിയിലൊക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 5-6 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വരുന്നുണ്ട്. നമുക്ക് താഴെ വരുന്ന ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂമാണ് താഴെ വരുന്നത്. അത് 2 ബെഡ്റൂം അറ്റാച്ച്ഡും കൂടാതെ ഒരു ബെഡ്റൂം കോമൺ ആയിട്ടുള്ള ബാത്റൂം ഔട്ട്സൈഡ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയും സൈഡിലേക്ക് മാറ്റിയൊരു വാഷ് ബേസും വരുന്നുണ്ട്. 2 വാഷ് ബേസിൻ നമുക്ക് ഡൈനിങ് സ്പേസിൽ വരുന്നുണ്ട്. ഇവിടെ താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് കിച്ചൺ വരുന്നത് 2 കിച്ചണാണ് വരുന്നത്. അത് ഗ്യാസ് സ്റ്റൗവൊക്കെ വെക്കാവുന്ന രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഫ്രിഡ്ജൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ഒരു കിച്ചൺ ഇവിടെ വരുന്നത്. കൂടാതെ നമുക്ക് അവിടെ ഒരു വർക്ക് ഏരിയ സംവിധാനമുണ്ട്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ സ്പേസാണ് വരുന്നത്. അവിടെ തന്നെയാണ് നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു കിണർ സംവിധാനം ഈ വീട്ടിലായിട്ട് വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിനായിട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. കൂടാതെ ഹാൻഡ് റെയിൽ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് മറ്റേ SS സ്റ്റീലിലും കൂടാതെ ഗ്ലാസ്സൊക്കെയാണ് നമുക്ക് ഹാൻഡ് റെയിലിനൊക്കെയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി മുകളിലെ നിലയിലെ വിശേഷങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് റെൻ്റ് ഔട്ടിനായാലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും മുകളിൽ വരുന്നുണ്ട്. കൂടാതെ ഒരു ബെഡ്റൂം എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് ഡൈനിങ്ങും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയും വരുന്നുണ്ട്. ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂമുകൾ ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് റെൻ്റ് ഔട്ട് പോയി കഴിഞ്ഞാൽ 2 ഫ്ലോറോട് കൂടി റെൻ്റ് ഔട്ടായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 50,000 രൂപ 60,000 രൂപ റെൻറ്റ് മന്ത്ലി ഇൻകം രാജഗിരി ഹോസ്പിറ്റലിൽ അടുത്തായതുകൊണ്ട് 60,000 രൂപ വരെ നമുക്ക് മന്ത്ലി ഇൻകം കിട്ടാവുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് ഇപ്പുറ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അകത്തൂടെയുള്ള സ്റ്റെപ്പല്ല, സൈഡിൽ കൂടെ നമുക്ക് വേറൊരു സ്റ്റെപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ റെൻ്റ് ഔട്ട് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ 2 ഫാമിലി ആയിട്ട് താമസിക്കുന്നതിനോ എല്ലാത്തിനും ആപ്റ്റായിട്ടുള്ള ഒരു വീടാണ്. അത് 2 സൗകര്യം നമുക്കുള്ളത്. വെള്ളം വരുന്നത് നമുക്ക് കിണർ സംവിധാനമുണ്ട്. കൂടാതെ KWD വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെയായി പഞ്ചായത്തിൻ്റെ 6 മീറ്റർ ആയിട്ടുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി വരുന്ന 5 സെൻറ്റ് സ്ഥലവും 2600 സ്ക്വയർ ഫീറ്റുള്ള 7 ബെഡ്റൂം 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ 2 കോമൺ ബാത്റൂമോട് കൂടി വരുന്ന റെൻ്റ് ഔട്ടിനും കൂടാതെ നല്ല ആളുകൾക്ക് ഫാമിലി ആയിട്ട് താമസിക്കുന്നതിനോ 2 ഫാമിലിക്ക് താമസിക്കുന്നതിനോ കൂടി സൗകര്യത്തോടു കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്.